ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കുട്ടി എന്നതിനെ പറയാം. പണ്ട് ജനിച്ച അന്ന് മുതൽ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഏകദേശം കൊച്ച് കിടക്കണ പ്രായം മുതൽ അവിടെ തന്നെയാണ് ഞാൻ എൻ്റെ ഇടുപ്പത്ത് ഒക്കെ എപ്പോഴും കാണും. അരിച്ചിച്ച് കൊണ്ട് എപ്പോഴും കാണും. ഹായ്, ഇപ്പം നമ്മളവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറാണ് കേട്ടോ. അന്ന് കൊച്ചായിരുന്നെങ്കിലും ഇപ്പോൾ ഡോക്ടറാണ്. അപ്പോൾ ഇന്നലെ എല്ലാവരും കൂടെ കിടപ്പോൾ ലേറ്റായി. അവൻ ഞാൻ ഇവിടെ അവനൊരു കൂട്ടുകാരുണ്ട്, ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാണ്. എന്നിട്ട് അവൻ അപ്പുറത്തെ റൂമിൽ വന്നിട്ട് ആ മെത്ത മൂത്ത് പോലും ഇട്ടില്ല. അതിൽ പൊടിയടിക്കാനായിട്ടത് ഷീറ്റിൻ്റെ മറ്റേ കിടന്ന് കിടന്നുറങ്ങണം. ഒരു ഡോക്ടർ കിടന്നുറങ്ങുന്നത് കണ്ടു ഗൈസ്. സുഖം ഉറങ്ങാം. അത് മൂത്തും ഇട്ടില്ല, അതിനകത്തുള്ള പൊടി കിടന്ന ഷീറ്റ് തന്നെ കിടന്നു. പാവം പോയി. ഞാനപ്പോൾ ഒന്ന് ലീവാക്കി കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി ചിക്കനും ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചേ. അറിയുക കുറച്ച് ചോദിക്കട്ടെ. മണി എത്ര ആയടാ? സമയം കാണിച്ചു കൊടുക്കട്ടെ. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. 1 മണിയായി അവൻ എണീച്ചു. ഇന്നലെ എന്ത് നടന്ന? എത്ര മണി കിടന്നു? ബോധമുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹാളിലിരുന്ന് എല്ലാവരും സെറ്റായി കഴിക്കുകയാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഏരിയയാണ് കേട്ടോ. ഹാളിൽ എല്ലാവരും ഇവിടെ ഇരുന്ന് തറയിരുന്ന് കഴിക്കും. അപ്പോൾ എന്നെ ട്രോളി കൂട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ബാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ കൂടെ വന്ന പയ്യനായിട്ട് കാല് ചെറിയ ആക്സിഡൻറ്റ്. അവൻ ഡോക്ടറാണ്, അവൻ്റെ ചേച്ചി ഡോക്ടറാണ്, അവൻ്റെ ചേട്ടൻ ഡോക്ടറാണ്, ഫാമിലിയോട് ഡോക്ടറാണ് കേട്ടോ. ഇവർ പാലക്കാടാണ് കേട്ടോ. ഇപ്പം അവൻ പയ്യൻ തൃശ്ശൂരുള്ളത്. അത് നല്ലൊരു പയ്യനായിരുന്നു. അപ്പോൾ അവരും നമ്മുടെ ഏരിയയിലൊക്കെ വന്ന് കണ്ട് എല്ലാവരുമായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം എന്തൊക്കെ അവൻ്റെ കാലൊക്കെ പിടിച്ച് പൊക്കി. ചെറുക്കനാണെന്ന് വെച്ചാൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യം ചെറുക്കൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരുടെ തറയിൽ ഫുഡ് കഴിക്കാൻ പോവാണേ. നമ്മുടെ അരിശേച്ചി നമുക്ക് വേണ്ടി ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കട്ടെ, ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. വെറും ബിരിയാണി അല്ല, ചിക്കൻ ബിരിയാണി. പപ്പടം. എല്ലാവരും എന്താ വെയിറ്റിംഗ് ആണ് അവിടെ. എല്ലാവരും വയറുരിഞ്ഞിരിക്കേണ്ട എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതെ, ബാക്കി ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് പറയാം അല്ലേ? നിങ്ങൾ നോക്കിയതാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നിന്റെ അഭിപ്രായം പറയണ? ചേച്ചി വെച്ച് ബിരിയാണി അതെന്താ നിനക്ക് കണ്ണെഴുതി പൊട്ട ഇട്ടിട്ടുണ്ടോ? എന്റെ ബിരിയാണി കണ്ണെഴുതി പൊട്ട ഇട്ടിട്ടുണ്ടോടാ ബിരിയാണി? അപ്പോൾ ഇവരങ്ങ് വീട്ടിലോട്ട് പോകാനായിട്ട്. എൻ്റെ അടുത്ത വീടിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മയുടെ വീട്. അപ്പോൾ അവിടെയാണ് അവർ സ്റ്റേ. അപ്പോൾ ഇന്നും അവിടെ കഴിഞ്ഞിട്ട് നാളെ അവൾ കല്യാണത്തിൽ പോകും. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ കൊല്ലത്തോട്ട് പോവാണ്. കൈലാസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. എന്താണ് നിനക്ക് ഇതിൻ്റെ ആരിച്ചിയെ പറ്റി പറയാനുള്ളത്? പറയും ഗൈസ്. വളരെയേറെ കൃതാർത്ഥനാണ്. സന്തോഷം. ലാസ്റ്റ് അതിന് വേറെ നോക്കണം എല്ലാവരും. പിന്നെ വേറെ കുറച്ച് സീക്രട്സ് ഞാനും പറയും. അപ്പോൾ ഞങ്ങൾ നാളെ യാത്ര കഴിഞ്ഞാൽ പാലക്കാട് തിരിച്ച് മറ്റന്നാൾ എക്സാം ഉള്ളത് കാരണം ഇതിൻ്റെ അരിച്ചിട്ട് പിന്നിക്കാൻ പറ്റില്ലായിരുന്നു. വീഡിയോ കേൾക്കണ്ടേ? ഞങ്ങൾ ഒരു 1.5 കൊല്ലത്തിന് ശേഷം എന്റെ ഡോക്ടറേറ്റിന് പിന്നിൽ അരിച്ച് പഠിച്ച് വീട് ഡോക്ടറാവണം പറഞ്ഞപ്പോൾ അതാണ് ഞാനാണ് അവരെ സപ്പോർട്ട്. നിങ്ങൾ മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത് ഇനിയിപ്പോ ഒരു എന്റെ കുട്ടി പോവുകയാണ് ഗൈസ്. നാളെ പോകുള്ളൂ, പക്ഷെ നമ്മൾ ഇന്ന് യാത്ര പറയണം. നാളെ കല്യാണത്തിന് പോകും. അവിടെ ഞങ്ങൾ നേരെ ഇപ്പൊ കൊല്ലത്തോട്ട് പോകുന്നു. വെള്ളം ഓക്കെ അല്ലേ? 1.5 കൊല്ലത്തിനുള്ളിൽ വരും. എന്തായാലും 1.5 കൊല്ലത്തിൽ ഒരു കൊല്ലത്തിന് എന്തായാലും വരും. അവളെ കല്യാണം നമ്മൾ അങ്ങോട്ട് വരുമല്ലോ. അവിടെ നമ്മള് ഫുഡ് അക്കോമഡേഷൻ ഞങ്ങൾ വിൽ ബി ബാക്ക്. യാത്ര പറഞ്ഞ് ഡോക്ടർ പോവുകയാണ്. ഡോക്ടർ വിഘ്നേഷ്. അവിടെ ചുമ്മാ കൊച്ചു കടി ഡോക്ടറെ പറഞ്ഞ കൊച്ചിനെ കൈ പിടിച്ചോടിക്കുന്നു. നീ ഡോക്ടറായിട്ട് വന്ന് ഞാൻ എന്നെ ചികിത്സിക്കണം. എന്നെ മൊത്തത്തിൽ ഞാൻ തരുന്നു നിനക്ക് കേട്ടാ. പഠിപ്പിക്കാൻ എടുത്തോളാം. അപ്പൊ അവര് പോകുകയാണ്. നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു. എല്ലാരും പോവുകയാണ്. എന്ന് ഞാൻ പറഞ്ഞേ, ഞാൻ അവള് പോയില്ല ഇറക്കാ പോക്കോ.
ഇനി അടുത്ത വരവിൽ കല്യാണോടാ? അടുത്ത കല്യാണോടാ? അടുത്ത വരവില് ആരാ? അവളോ കല്യാണം കെട്ടായി അല്ലേ? 2 ദിവസം മുന്നേ വന്നാ മതിയല്ലോ അല്ലേ? എന്നാലും നീ കുറേ ദിവസം മുന്നേ വരാൻ പറഞ്ഞു. ഒരാഴ്ച മുന്നേ. അയ്യോ, ഇത് വീഡിയോ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇന്ന് റിവീൽ ചെയ്യും. അതെ പോട്ടെ. വീട്ടപ്പറയോ അയ്യോ ചെറുക്ക, നീ ഡോക്ടറാണ്. കാല് ടയർ കയറി വീട്. ഈ കണ്ട എല്ലാരും കാണും ഗൈസ്. ഇതൊന്നും അല്ല കേസ്, എന്നെ അങ്ങ് പിച്ച് ചീന്തി ഒരു പരുവാക്കി കവളൊക്കെ നുള്ളി പറിച്ച് ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴാണ് അപ്പോൾ വിടുന്നത് കേട്ടോ. അതാണ് ഞാൻ ആ ഒരു സംഭവം തന്നെ പറഞ്ഞപ്പോൾ എപ്പോഴും പേടിപ്പിക്കും. അപ്പോൾ അവർ പിന്നെ വേറെ പോയി പാറ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ കൊല്ലത്തോട്ട് പോയിട്ട് പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പം ഇവനെന്ന് പറയുന്നത് കൊച്ചിലെ ഇപ്പം ഞാൻ കാണിച്ച ഫോട്ടോകളൊക്കെ അല്ല, അതിനേക്കാളും കുഞ്ഞിലെ കിടക്കുന്ന പ്രായം തൊട്ട് നമ്മൾ എടുത്ത് കിടന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ സ്നേഹമൊക്കെ അവൻ ഇപ്പോഴും ഉണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് ഫുഡ് കൂടെ വാങ്ങി നമ്മൾ പോകും. അപ്പോൾ നമുക്ക് സിറ്റിയിലോട്ട് കയറേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങ് കൊട്ടിയ വഴി പോയി ഗൈസ്. കൊട്ടിയ എത്തിയില്ല, അതിന് മുന്നേ കാണുന്ന ബ്ലോക്ക് കണ്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങളുടെ പെട്ടു. അല്ലെങ്കിൽ നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ പോകാതെ കൊട്ടിയും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അകത്തേക്ക് ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു ഗൈസ്. നമ്മുടെ പോലീസുകാരന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. എവിടെ നിന്ന് ട്രാഫിക് ഇത്രയും ഫ്രീ ആയിട്ട് നടക്കുന്ന റോഡ്, അവിടെ മൊത്തം ഇത്രയും മണിക്കൂർ നടക്കുമ്പോൾ ബ്ലോക്കിൽ കിടന്നു. അവന്മാരവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ വണ്ടി ഓടിപ്പോയനായിരുന്നു. അത് എല്ലായിടത്തുള്ള പ്രശ്നം അതാണ്. അവരെ കൊണ്ട് ഉപയോഗങ്ങളും ഉണ്ടാവട്ടെ, നമുക്ക് ഉപദ്രവങ്ങളും ഉണ്ടാവാറുണ്ട് പോലീസ്. ഇനി എവിടെയൊക്കെ വമ്പുള്ളത്? ഗൈസ്, നമ്മളിപ്പം എത്ര മണിയായെന്നറിയാമോ? 8 മണിയാവുന്നു. 5:30 മണിക്ക് ഇറങ്ങി ഞങ്ങളാണ്. 2 മണിക്കൂർ കൂടുതൽ ബ്ലോക്കിൽ തന്നെ കിടന്നു. വെരി ഗൈസ്. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി. പക്ഷെ വീട്ടിലെത്തുമ്പോൾ ഒരു കോമഡി അവരവിടെ ഇല്ല. ചിലപ്പോൾ അവരെത്തിക്കാണ് നമ്മൾ താമസിച്ചുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിലെത്തി നമ്മൾ തിരിച്ചങ്ങ് പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. ഇനിയിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവന്മാർക്ക് ഇച്ചിരി നേരം നിൽക്കാനൊരു സമയം കൊടുക്കണമല്ലോ നമ്മളല്ലേ, എന്നാലേ അടി കൂടാൻ സമയം കിട്ടുള്ളൂ. എനിക്ക് നാളെ രാവിലെ ഇനി തിരിച്ചു പോകാം ഗൈസ്. അപ്പോൾ അവർ വന്നില്ല ഗൈസ്. അപ്പം നമ്മളിവിടെ നിൽക്കും. കൈലാസിൻ്റെ കേക്ക്, ഹണി കേക്കൊക്കെ പൊലിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വയ്ക്കാം. ഒരു പെത്തും ഇവിടെ തന്നെ അളിയനൊക്കെ ഒരു സ്റ്റൂൾ ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റൂളിൽ നമ്മളിവിടെ ഇരിക്കുന്നു ഗൈസ്. കൈലാസിൻ്റെ ഫുഡ് കഴിക്കുന്നു ഗൈസ്. കൈലാസേ, ബർത്ത്ഡേ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കണ്ടേ നമുക്ക്? ഇത് ആദ്യം ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ കൈലാസ് ഓൾറെഡി ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് വരികയാണ് വിട്ടത് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന കേക്ക് ഇതാണ്, ജർമ്മൻ ഹണി കേക്ക്. അപ്പം കൈലാസിന് കേക്ക് ലുക്ക് കണ്ടപ്പോഴേ എത്ര പോരാ കേട്ടോ. എനിക്ക് ധ്യാനൂസ് കട്ട് ചെയ്ത് വായി വെച്ചത്. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയത്. പിന്നീട് ഞങ്ങൾ വായി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നിൽക്കാതൊക്കെ കരുതി തന്നെയാണ് പോയത്. പക്ഷേ പിന്നെ ഞങ്ങൾ ആലോചിച്ച വിഷയം ഇപ്പം ഓടിപ്പോയി കഴിഞ്ഞാൽ രാവിലെ 10 എണീറ്റ് റെഡിയായി. നമുക്ക് കല്യാണമുണ്ട് നാളെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സാധ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.